students, welcome to Learn 24. So, we will +1 chemistry, your academic year +1 chemistry topics start ചെയ്യാൻ Okay, so textbooks ആയിട്ട് നിങ്ങൾ already familiar ആയിരിക്കും അല്ലേ? അപ്പോൾ all total നിങ്ങൾക്ക് 14 chapters ആണ് ഈ ഒരു academic year നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഒറ്റയടിക്ക് 7 chapters നിന്ന് 14 chapters അല്ലേ? പക്ഷേ പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 14 chapters ആണ് നിങ്ങളുടെ +1 chemistry നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. That means +2 ലേക്കുള്ള കുറച്ച് ബേസ്. ആൻഡ് ഈ ബേസ് എന്ന് പറയുന്നത് എവിടുന്ന നിങ്ങൾ 8th തൊട്ട് നിങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന ബേസ് തന്നെയാണ് നിങ്ങളുടെ +1 നിങ്ങൾ വീണ്ടും പഠിക്കാൻ പോകുന്നത്. ബട്ട് 8th 9th 10th പഠിച്ചതിനേക്കാളും കുറച്ച് ലാബറേറ്റ് ചെയ്ത് അതേ സെയിം ടോപ്പിക്സ് തന്നെയാണ് എന്ത് ഇവിടെ ഓരോ ചാപ്റ്റേഴ്സിലായിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഔട്ട് ഓഫ് ദാറ്റ് 14 ചാപ്റ്റർ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഓക്കെ, അതായത് കെമിസ്ട്രിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് കോൺസെപ്റ്റുകൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് പോവാം. സോ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് തന്നെ എന്താണ് മാറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ബ്രാഞ്ച് ദാറ്റ് ഡീൽസ് വിത്ത് ദി കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലേ? മാറ്ററിനെ പറ്റിയിട്ടാണ് എന്ത് കംപ്ലീറ്റ് നമ്മുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആറ്റംസ്, മോളിക്യൂൾസ്, എലമെന്റ്സ് ഇതെല്ലാമാണ് എന്ത് ഓൾ ടോട്ടൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എനിത്തിങ് വിച്ച് ഹാസ് എ മാസ് ആൻഡ് ഓക്യുപ്പൈ എ സ്പേസ്. അതായത് അതിന് അതിൻ്റെതായ എന്തെങ്കിലും ഒരു മാസോ അതിന് ഇരിക്കാനായിട്ട് കുറച്ച് സ്പേസോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? മാറ്റർ എന്ന് പറയും. സോ നമ്മുടെ ചുറ്റിലുള്ള എല്ലാം എന്താണ്? എ കൈൻഡ് ഓഫ് മാറ്റർ ആണ് അല്ലേ? ദാറ്റ് മീൻസ് ഇപ്പം ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഒരു മാസ് ഉണ്ടായിരിക്കും. ആൻഡ് ആ ബുക്കിന് ഇരിക്കാൻ എന്ത് വേണം? ഒരു സ്പേസ് വേണം. കാർ എടുക്കുകയാണെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടൊരു മാസ് ഉണ്ട്. ആൻഡ് ആ കാറിന് ഒക്യുപ്പൈ ചെയ്യാൻ എന്ത് വേണം? ഒരു സ്പേസ് വേണം. സോ അങ്ങനെയുള്ള എല്ലാത്തിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിൽ നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം എന്താണ്? മാറ്റർ ആണ്. ഈ പെന്നും ഈ റിമോട്ടും ഇതെല്ലാം എന്താണ്? മാറ്റേഴ്സ് ആണ്. സി ഓൾ ടോട്ടൽ ഈ മാറ്ററിന് എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മിക്സ്ചർ ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. ഓക്കെ, എഗെയിൻ അവരെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മിക്സ്ചറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ആൻഡ് പ്യുവർ സബ്സ്റ്റൻസിനെ എലമെന്റ്സും കോമ്പൗണ്ട്സ് ആയിട്ട് എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. പ്യുവർ ആണ്. ദാറ്റ് മീൻസ് അതിലെ ഓരോ പാർട്ടിക്കിൾസും, അതായത് പ്യുവർ സബ്സ്റ്റൻസിൽ വരുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവരൊരു ഫിക്സഡ് കോമ്പോസിഷനിലായിരിക്കും. അതായത് എവിടെ നിന്ന് എടുത്താലും അവരങ്ങനെ തന്നെയായിരിക്കും. അവർ പ്യുവർ ആയിരിക്കും. പാവങ്ങളാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പോൾ കോപ്പർ, സിൽവർ, ഗോൾഡ് അതൊക്കെ എന്താണ്? എലമെന്റ്സ് ആണ്. കോപ്പർ എവിടെ നിന്ന് എടുത്താലും അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? കോപ്പറിന്റെ ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഗോൾഡ് എവിടെ നിന്ന് എടുത്താലും അതിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഗോൾഡിന്റെ ആറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് വാട്ടറും ഗ്ലൂക്കോസ് എടുക്കുകയാണെങ്കിൽ അതെന്താണ്? കോമ്പൗണ്ട് ആണ്. ബട്ട് എവിടെ നിന്ന് വാട്ടർ എടുത്താലും, അതായത് കുളത്തിൽ നിന്ന് എടുത്താലും കിണറ്റിൽ നിന്ന് എടുത്താലും ബോട്ടിൽ നിന്ന് എടുത്താലും വാട്ടർ എപ്പോഴും എന്തായിരിക്കും? H2O തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് ആ ഒരു 2:1 റേഷ്യോയിൽ തന്നെയായിരിക്കും എന്ത് അതിൽ ആറ്റംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലേ? അതുപോലെ തന്നെയാണ് ഗ്ലൂക്കോസ്. ഓൾവേസ് C6H12O6 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുന്ന സബ്സ്റ്റൻസുകളാണ് എന്ത് പറയുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സോ പ്യുവർ സബ്സ്റ്റൻസിനെ എഗെയിൻ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലേ? ദാറ്റ് ഈസ് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മാറ്ററിൽ ആ ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് ആ ഒരു എലമെന്റിന്റെ ഏതൊരു സ്പെസിഫിക് എലമെന്റിന്റെ ആറ്റംസ് മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് എന്ത്? കോപ്പർ, അതുപോലെ സിൽവർ, ഹൈഡ്രജൻ, നൈട്രജൻ എല്ലാം. അത് ദേ മേ എക്സിസ്റ്റ് ഇൻ ആറ്റം ഓർ ഇൻ മോളിക്യൂൾസ്. നമുക്കറിയാം ചില എലമെന്റ്സ് എന്താണ്? ഡയാറ്റോമിക് ആണ് അല്ലെ? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇവരൊക്കെ എങ്ങനെയാണ്? ആ മോളിക്യൂളായിട്ട് എപ്പോഴും നിൽക്കുള്ളൂ. സിംഗിൾ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിലനിൽക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദേ മേ എക്സിസ്റ്റ് ആസ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, ബട്ട് അതിലുള്ളതെല്ലാം എന്തായിരിക്കും? സെയിം ആറ്റംസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ കോമ്പൗണ്ട്സ്? നമ്മൾ നേരത്തെ കണ്ട വാട്ടറും ഗ്ലൂക്കോസ് ഒക്കെ പോലെ. അതായത് അതിൽ രണ്ടോ അതിലധികമോ എന്തുണ്ടായിരിക്കും? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സിന്റെ ആറ്റംസ് ഉണ്ടായിരിക്കും. ബട്ട് അവരെങ്ങനെയായിരിക്കും? ഒരു ഡെഫിനിറ്റ് റേഷ്യോയിലായിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പോൾ H2O എടുക്കുകയാണെങ്കിൽ, അതായത് വാട്ടർ എടുക്കുകയാണെങ്കിൽ അല്ലേ, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ആയിരിക്കും എവിടെ നിന്ന് വാട്ടർ എടുത്താലും ഉണ്ടായിരിക്കുക അല്ലേ? ദാറ്റ് മീൻസ് ഓൾവേസ് അവരെങ്ങനെയായിരിക്കും?
2:1 റേഷ്യോയിലായിരിക്കും. സെയിം ഫോർ അമോണിയ അല്ലേ? അമോണിയ എവിടെ നിന്ന് കളക്ട് ചെയ്താലും ദാറ്റ് വിൽ ബി ഓൾവേസ് NH3. ഒരു നൈട്രജനും 3 ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു മോളിക്യൂളായിട്ട് തന്നെയായിരിക്കും എന്ത് എപ്പോഴും അമോണിയ ഉണ്ടായിരിക്കുക. സെയിം ഗോസ് ഫോർ CO2, അതുപോലെ തന്നെ ഷുഗർ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്ത് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് പറയുമ്പോൾ. ഓക്കെ, സോ വാട്ട് യു നോ അബൌട്ട് മിക്സ്ചേഴ്സ്? മിക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ പോലെ തന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിലെന്തുണ്ടായിരിക്കും? 2 അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസിനെ പ്രത്യേകിച്ച് ഒരു ഡെഫിനിറ്റ് കോമ്പോസിഷൻ ഇല്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, 2 അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസുകളെ, അതായത് 2-3 ടൈപ്പ് ഐറ്റംസ് ആയി. അവരെന്താ പ്രത്യേകിച്ച് റേഷ്യോയിലൊന്നുമല്ല, എങ്ങനെയൊക്കെയോ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനെയാണ് എന്ത് പറയുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന പോലെ തന്നെയാണ് എന്ത് മിക്സ്ചർ ഇരിക്കുന്നത്. ഓക്കെ, സോ ആ മിക്സ്ചറിനെ എന്താക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 2ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെട്രോജീനിയസ് ആൻഡ് ഹോമോജീനിയസ്. അപ്പോൾ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ആ മിക്സ്ചറിലെ എല്ലാ കോമ്പോണൻസും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടുണ്ടായിരിക്കും. അപ്പം അതിന് എക്സാമ്പിളാണ് നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിലേക്ക് 2 സ്പൂൺ എന്തിട്ടു? ഉപ്പിട്ടു, നന്നായിട്ട് സ്റ്റിർ ചെയ്തു, നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതായത് കംപ്ലീറ്റ് ആ സോൾട്ട് എന്ത് ചെയ്തു? ആ വാട്ടറിൽ ഡിസോൾവ് ആയി. അതായത് അതിനകത്ത് ആ സോൾട്ട് എന്തായി? യൂണിഫോംലി കംപ്ലീറ്റ്ലി ഡിസ്ട്രിബ്യൂട്ടായി അല്ലേ? ആ ഗ്ലാസിൻ്റെ എവിടെ നിന്ന് ഒരു സ്പൂൺ വാട്ടർ എടുത്താലും അതിലെന്തായിരിക്കും? ഈക്വൽ എമൗണ്ട് ഓഫ് സോൾട്ടും വാട്ടർ ആയിരിക്കും. ക്ലിയർ ആയോ? അതാണ് എന്ത് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓൺലി ഇൻ ദാറ്റ് ഗ്ലാസ് ഓഫ് വാട്ടർ. ഓക്കെ, ആൻഡ് ദെൻ ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് അപ്പം ഇതിന് ഓപ്പോസിറ്റ് വരും അല്ല. ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്നു, ഗ്ലാസിൻ്റെ എവിടെ നിന്ന് എടുത്താലും ഒരേ കോൺസെൻട്രേഷനിലുള്ള സോൾട്ട് സൊല്യൂഷനാണ് കിട്ടുന്നത് അല്ലേ? ഇവിടെ ഹെട്രോജീനിയസിൻ്റെ കേസിൽ അവരെന്തായിരിക്കില്ല? യൂണിഫോം ആയിരിക്കില്ല. എക്സാമ്പിൾ മഡി വാട്ടർ. നമ്മുടെ ചെളിവെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പോർഷന് നമ്മൾ ആ വെള്ളം എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? കുറച്ച് മണൽത്തരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതായത് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അതെപ്പോഴും എങ്ങനെയായിരിക്കില്ല? സെയിം റേഷ്യോയിൽ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ എയർ എടുക്കുകയാണെങ്കിൽ എയർ ഒരു സ്ഥലത്ത് നിന്ന് എടുക്കുന്ന എയറിൽ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു സ്ഥലത്ത് എടുക്കുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കില്ല ആ റൂമിൽ തന്നെ വരുന്ന വേറൊരു ഏരിയ നമ്മൾ കളക്ട് ചെയ്യുന്ന എയറിൽ ഉണ്ടായിരിക്കാം. സോ അതെന്തായിരിക്കും? അതെല്ലാം ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അപ്പം ഇത്രയാണ് എന്ത് ടൈപ്സ് ഓഫ് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്യുവർ ഉണ്ട്, അതുപോലെ തന്നെ മിക്സ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? സോ നമുക്ക് നെക്സ്റ്റ് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് ഓരോ മാറ്ററിന് എന്താണ്? അതായത് മാറ്ററിന് ഓൾ ടോട്ടൽ എന്തുണ്ടായിരിക്കും? കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. അപ്പോൾ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, അത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കാറ് നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ കളറ് പറയാം അല്ലേ? ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് അതിൻ്റെ സ്മെല്ല് പറയാം, അല്ലെങ്കിൽ അതിൻ്റെ കാണുമ്പോൾ ഉള്ള ഏകദേശ രൂപങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിനെയാണ് എന്ത് പറയുന്നത്? അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മാറ്ററിൻ്റെ കേസിലും. That can be measured or observed without changing the identity or composition of the substance. ആ സബ്സ്റ്റൻസിന് ഒന്നും ചെയ്യാണ്ട് തന്നെ അതിനെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലത്തെ പ്രോപ്പർട്ടീസിനാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ കളർ, ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി, ഇതെല്ലാമാണ് എന്ത് മാറ്ററിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എങ്ങനെയായിരിക്കും? പുറമേ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ബട്ട് ഏതിലൊരു റിയാക്ഷനിൽ കൊണ്ടിടുമ്പോഴായിരിക്കും എന്ത് അതിൻ്റെ ഒറിജിനൽ പ്രോപ്പർട്ടീസ് പുറത്തേക്ക് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ മെഷർമെന്റ് ഓർ ഒബ്സർവേഷൻ ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് റിക്വയർസ് എ കെമിക്കൽ ചേഞ്ച് ടു ഒക്വർ. ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടായതിനു ശേഷം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, അതിനാണ് എന്ത് പറയുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ആൻഡ് അത് ഏതൊക്കെയാണ് വരുന്നത്? ദിസ് ഇൻക്ലൂഡ് acidity, basicity ആൻഡ് കമ്പസ്റ്റബിലിറ്റി എക്സെട്ര. ഓക്കെ, ഒരു മാറ്ററിൻ്റെ അസിഡിറ്റി, ബേസിസിറ്റി അങ്ങനെയുള്ള ടേംസ് ഒക്കെ എന്താണ്? അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അത് ഏതെങ്കിലും ഒരു റിയാക്ഷൻ വഴിയാണ് എന്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടീസിനാണ് എന്ത് പറയുന്നത്?
കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് എന്ത് മാറ്ററിൻ്റെ മേജർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഒരു 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്കിന് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ദാറ്റ് ടു ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദി ഗിവൺ നമ്പർ. അത് നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ടുണ്ടായിരിക്കും, അതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് നോൺ ഡെസിമൽ നമ്പറാണ്, അതായത് ഇതിൽ എന്തില്ല, ഡെസിമൽ ഇല്ല, അതായത് കുത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഡെസിമൽ നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഒരു നോൺ ഡെസിമൽ നമ്പർ ആണെങ്കിൽ, അതായത് ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് നോൺ സീറോ നമ്പർ ടു ദി ലാസ്റ്റ് നോൺ സീറോ നമ്പർ. ആദ്യത്തെ സീറോ അല്ലാത്ത നമ്പർ തൊട്ടിട്ട് അവസാനത്തെ നമ്പർ വരെ, അതായത് സീറോ അല്ലാത്ത നമ്പർ വരെയുള്ള അത്രയും നമ്പേഴ്സിനെയാണ് എന്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഒരു നമ്പറിൽ 1 2 3 4 5 6 ടോട്ടൽ 6 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണുള്ളത്. അതായത് ഇതിലെ നോൺ സീറോ നമ്പറിന് മുമ്പുള്ള സീറോസും നോൺ സീറോ നമ്പറിന് ശേഷമുള്ള സീറോസ് നമ്മൾ എന്ത് ചെയ്യില്ല, കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇൻ നോൺ ഡെസിമൽ നമ്പേഴ്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് ഡെസിമൽ നമ്പർ, അതായത് ഡെസിമൽ ഉണ്ട്, അതിൽ ഡെസിമൽ ഉള്ള നമ്പറിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ തൊട്ടിട്ട് അങ്ങോട്ടുള്ളതെല്ലാം എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. ഫസ്റ്റ് നോൺ സീറോ നമ്പർ ഇവിടെ ഏതാണ് 5 ആണ് അല്ലേ. സോ ഈ 5 തൊട്ടിട്ട് അങ്ങോട്ട് വരുന്നതെല്ലാം എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സോ ഓൾ ടോട്ടൽ 1 2 3 4 5 6 7 8 ഓൾ ടോട്ടൽ 8 സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ് ആണ് ഈ ഒരു നമ്പറിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വരുന്നത് പവേഴ്സ് ഓഫ് 10. 10ന്റെ പവേഴ്സ് ഒന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ 10⁻³ എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ. ഓക്കെ, എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ പോസിബിൾ ആണ്, ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരാം. നോൺ ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ തൊട്ടിട്ട് ലാസ്റ്റ് നോൺ സീറോ നമ്പർ വരെ, അതുവരെയുള്ള അത്രയും നമ്പേഴ്സ് എന്തായിരിക്കും, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. ഡെസിമൽ നമ്പറിൻ്റെ കേസിൽ ഫസ്റ്റ് നോൺ സീറോ നമ്പർ തൊട്ടിട്ട് അങ്ങോട്ട് വരുന്ന എല്ലാ നമ്പേഴ്സും ഈവൻ സീറോസും എന്ത് തന്നെയായിരിക്കും, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. ബട്ട് പവേഴ്സ് ഓഫ് 10 എന്തായിരിക്കില്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കില്ല. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? സോ ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ മെയിൻ കോർ പോർഷനിലേക്ക്, അതായത് ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് ഫേസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ്. അതായത് ഓൾ ടോട്ടൽ നിങ്ങൾക്ക് 5 ലോസ് പഠിക്കാനുണ്ട്. ദാറ്റ് മീൻസ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ. അതായത് 2 എലമെൻസുകൾ, അതായത് എലമെൻസുകൾ എന്ത് ചെയ്യുന്നു, യെസ് മിക്സപ്പ് ചെയ്ത് കോമ്പൗണ്ട്സ് ആവുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് 5 ലോസിൻ്റെ ബേസിസിലാണ് വരുന്നത്. അവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതാരാ പറഞ്ഞിരിക്കുന്നത്, അന്റോണിയോ ലവോസിയർ, നമ്മുടെ ഫാദർ ഓഫ് കെമിസ്ട്രി ആണ് എന്ത്, യെസ് ആ ഫസ്റ്റ് ലോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് മാസ് ഇവിടെ എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ദാറ്റ്സ് മീൻ ലോ പറയുന്നതാണ് ദ മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. മാറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, അതാണ് എന്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ മാസ് ഇസ് കൺസേർവ്ഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ മാസ് ഈ റിയാക്ഷനിൽ എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ തരാണെങ്കിൽ കാർബൺ പ്ലസ് O2 ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ഇവിടെ കാർബണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്നത് എത്രയാണ്, 12 ആണ് അല്ലേ. ഓക്സിജൻ്റെ കേസ് ആണെങ്കിൽ ഓക്സിജൻ്റെ മാസ് വന്നിട്ട് 16 ആണ്. അതിൻ്റെ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ മോളിക്യൂൾ ആണ് അല്ലേ. സോ 2 × 16 അല്ലേ. സോ എത്ര വരും, 12 + 32 ദാറ്റ് ഈസ് 44. അതായത് റിയാക്ടൻസ് ആയിട്ടുള്ള മാസ് എന്ന് പറയുന്നത് എന്താണ്, 44 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 12 + 2 × 16 ദാറ്റ് മീൻസ് ഹിയർ ടു 44 ആണ് അല്ലേ. അതായത് ഇവിടെ എന്താ, മാസ് കൺസേർവ്ഡ് ആണ്. ഹിയർ മാസ് ഇസ് നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൽ ആന്റോണിയോ ലവോസിയർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ലോയും ലോ കണ്ടുപിടിച്ച ആളെയും മറന്നു പോരുത്, പ്ലസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ലോ നോക്കാം, ദാറ്റ് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ്
proportion. Law of definite proportion. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ജോസഫ് പ്രോസ്റ്റ് ആണ്. ഓക്കെ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജോസഫ് പ്രോസ്റ്റ്. ആളാണ് ഈ ഒരു ലോ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ലോ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയ്റ്റ്. എവിടുന്ന് H2O എടുത്താലും അതിൻ്റെ വെയ്റ്റ് എന്തായിരിക്കും? എക്സാക്ട്ലി സെയിം പ്രൊപ്പോർഷനിൽ തന്നെയായിരിക്കും. ഓക്കെ, ഇവിടെ H2O എടുക്കുകയാണെങ്കിൽ 2 + 16 ആണ് വരുന്നത് അല്ലെ. ഹൈഡ്രജൻ്റെ മാസ് അത് 1 ആണ്. 2 ഹൈഡ്രജൻ ഉണ്ട് 2. ഓൾവേസ് വാട്ടർ മോളിക്യൂളിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? 18 ഗ്രാം ആയിരിക്കും. ഗ്രാം ഇല്ല, സോറി, ജസ്റ്റ് 18. ഓക്കെ, അപ്പം അതാണ് എന്ത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. അവരെപ്പോഴും എന്തായിരിക്കും? എക്സാക്ട്ലി സെയിം പ്രൊപ്പോർഷനിൽ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ക്ലിയർ ആയത്? വാട്ടർ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുക്കുവാണെങ്കിൽ ഓൾവേസ് അതിലെന്തായിരിക്കും? 2 ഹൈഡ്രജനും 1 ഓക്സിജനും തന്നെ ആയിരിക്കും, എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും. ഓക്കെ, ഓൾവേസ് ദേ വിൽ ബി ഇൻ എ സെയിം പ്രൊപ്പോർഷൻ. ക്ലിയർ ആയോ? സോ നെക്സ്റ്റ് ലോ നോക്കാം. ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ കൂടുതൽ വരുന്ന ഒരു ലോ എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ വരുന്ന ഈ ലോ തന്നെയാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഗിവൺ ബൈ ദ സയൻറ്റിസ്റ്റ് ജോൺ ഡാൾട്ടൺ. ഓക്കെ, ആളുടെ പേര് മറന്നു പോയത് കേട്ടോ. ജോൺ ഡാൾട്ടൺ ആണ് എന്ത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് ലോ, if 2 elements can combine to form more than one compound, അതായത് 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, the masses of one element that combine with a fixed mass of other element, അതായത് ആ 2 എലമെന്റിൽ ഒരെണ്ണത്തിന്റെ മാസ് ഫിക്സഡ് ആയിരിക്കും, കൂടെ വരുന്ന എലമെന്റ് ഉണ്ടല്ലോ അതിന്റെ മാസ് ആയിരിക്കും വേരി ചെയ്യുന്നത്. ആ വേരി ചെയ്യുന്ന മാസസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ എ റേഷ്യോ ഓഫ് സ്മോൾ വോൾ നമ്പേഴ്സ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെസ്, ഹൈഡ്രജനും ഓക്സിജനും എടുക്കാം. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് നമുക്കൊരു കോമ്പൗണ്ട് അറിയാം. ദാറ്റ് ഈസ് എന്താണ്? വാട്ടർ അല്ലേ. H+O gives വാട്ടർ തരും. H2O തരുന്നുണ്ട്. അതായത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? H2O, വാട്ടർ കിട്ടി അല്ലേ. എഗെയിൻ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ. ഇവിടെ നമ്മൾ 2 ഓക്സിജൻ എടുക്കുവാണ്. 1 ഓക്സിജന് പകരം 2 ഓക്സിജൻ എടുത്തു. സോ വി വിൽ ഗെറ്റ് വാട്ട്? H2O2. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ഹൈഡ്രജന്റെ മാസ് വെക്കുവാണെങ്കിൽ ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ എ ഫിക്സഡ് സ്റ്റേറ്റ് അല്ലെ, അത് ഫിക്സഡ് ആണ്. ഓക്സിജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, വാട്ടറിന്റെ കേസിൽ ഓക്സിജന്റെ മാസ് എന്ന് പറഞ്ഞിട്ട് 16 ആണ് അല്ലെ. 1 ഓക്സിജനുള്ള 16 ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡിൽ നമ്മൾ 2 ഓക്സിജൻസ് എടുത്തിട്ടുണ്ട് അല്ലെ. 2 ഓക്സിജൻസ് ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. സോ 2 × 16 ദാറ്റ് ഈസ് 32 അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് the mass of the one element that combines with fixed mass of other element. ഇവിടുത്തെ ഫിക്സഡ് മാസിൽ കിടക്കുന്നത് ആരാ? ഹൈഡ്രജൻ ആണ്. സോ ദി നെക്സ്റ്റ് എലമെന്റ് ഏതാ? ഓക്സിജൻ. ഇവരുടെ മാസ്, അതായത് ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലുമുള്ള ഓക്സിജന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് കേസിൽ 16ഉം സെക്കൻഡ് കേസിൽ 32. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് 1:2. ഇതാണ് റേഷ്യോ ഓഫ് സ്മോൾ ബോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഫിക്സഡ് മാസിലുള്ള ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്ന ഓക്സിജൻ, അതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിമ്പിൾ സ്മോൾ ബോൾ നമ്പർ റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഹിയർ വാട്ടറിൻ്റെ കേസിൽ 16 ആണ് ഓക്സിജൻ്റെ മാസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിജൻ്റെ മാസ് എത്ര വരുന്നത്? 32 ആണ് അല്ലേ. ബിക്കോസ് 2 ഓക്സിജൻ ആണ് എന്ത്? 2 ഹൈഡ്രജനായിട്ട് റിയാക്ട് ചെയ്യുന്നത്. സോ ദ റേഷ്യോ വിൽ ബി 1:2. ക്ലിയർ ആയോ? ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. That is, if 2 elements can combine to form more than one compound. 2 compounds ഉണ്ടായി, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും.
the masses of one element that combines with a fixed mass of other element are in a ratio of small whole numbers. Clear ആയോ? So next law ആണ് Gay-Lussac's law of combining volumes. Gay-Lussac's law പറയുമ്പോൾ തന്നെ എന്താണ്? Gay-Lussac ആണ് ആ ഒരു law നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. So Gay-Lussac's law of combining volumes എന്താ പറയുന്നത് നോക്കാം. When gases combines or are produced in a chemical reactions, they do so in a simple ratio by volume, providing all gases are at same temperature and pressure. അതായത് gaseous reactants കമ്പൈൻ ചെയ്ത് ഒരു gaseous പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ഇക്വേഷനിൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിൾ സ്മോൾ വോൾ നമ്പേഴ്സിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ 10th പഠിച്ചിട്ടുള്ള ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ് എന്തായിരുന്നു? യെസ്, N2 plus 3H3 gives 2NH3. ഹേബർ പ്രോസസ് ഓർക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ അല്ലേ? അപ്പോൾ ഹേബർ പ്രോസസ് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു N2 മോളിക്യൂളാണ്. സോ 1, ഇവിടെ 3H3 ആൻഡ് 3H2 ആണ് കേട്ടോ. H2 മോളിക്യൂൾസ് 3 ഉണ്ട് ആൻഡ് NH3 മോളിക്യൂൾസ് 2 എണ്ണം. സോ ഇവിടെ റേഷ്യോ എന്ത് വരും? 1:2, 3:2. ഓക്കെ, അതായത് ഇവരെല്ലാം എന്താണ്? ഗ്യാഷ്യസ് ആണ്, ഗേഷ്യസ് സ്റ്റേറ്റിലാണ് അല്ലേ? ഹൈഡ്രജനും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, നൈട്രജനും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. യെസ്, ആൻഡ് ഇൻ കേസ് ഓഫ് അമോണിയം ഇൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. സോ റിയാക്റ്റൻസും അതുപോലെ തന്നെ പ്രോഡക്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ അവരുടെ വോളിയം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും. ദാറ്റ് ഈസ് ഈ ഒരു കേസിൽ ഇതിൻ്റെ റേഷ്യോ എന്ത് വരും? 1:3:2. അപ്പോൾ ഇതുപോലെ നിങ്ങൾ റേഷ്യോസ് നിങ്ങൾക്ക് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി Gay-Lussac's law of combining volumes. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോ ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് ലോ നോക്കാം, അവോഗാഡ്രോസ് ലോ. നിങ്ങൾക്ക് ഫെമിലിയർ ആണ് അവോഗാഡോ ലോ അല്ലേ? അവോഗാഡോ ലോ എന്താ പറയുന്നത്? ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് ബി കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് വോളിയം. അതായത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന ഏതൊക്കെ ഗ്യാസസ് എടുത്താലും അതായത് അവരുടെ വോളിയം സെയിം ആണെങ്കിൽ അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ യെസ്, 2 ബോക്സ് എടുത്തു. ഇതിൽ കംപ്ലീറ്റ് ഹൈഡ്രജൻ ആൻഡ് ഇതിൽ കംപ്ലീറ്റ് ഓക്സിജൻ ആണെന്ന് വിചാരിക്കും. സെയിം വോളിയത്തിലാണെങ്കിൽ ഓക്കെ, രണ്ടിൻ്റെയും വോളിയം സെയിം ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇറ്റ് വിൽ ബി 5 gram എന്ന് വെച്ചിട്ട് വയ്ക്കുക. 5 gram ഓഫ് ഹൈഡ്രജൻ 5 gram ഓഫ് ഓക്സിജൻ ആണെങ്കിൽ ഇതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് അവോഗാഡോ ലോ പറയുന്നത്. ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ. ക്ലിയർ ആയോ? സോ ഇതാണ് എന്ത്? അവോഗാഡ്രോസ് ലോ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ 5 ലോസ് എന്ന് പറയുന്നത്. ഈ 5 ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിക്കണം, ആൻഡ് ആരാണ് ആ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, ദാറ്റ് ഈസ് ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി. ഡാൽട്ടൻ്റെ ഒരു ലോ പഠിച്ചു, ദാറ്റ് ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് ആണ് ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറി. ഇതും നിങ്ങൾ ഇഫ് ഐ എം കറക്റ്റ് 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ? ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറി നിങ്ങൾ പഠിക്കുന്നത് ഫസ്റ്റ് ടൈം പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡിലാണ്. അത് തന്നെ സെയിം ആണ് ഇവിടെയും നിങ്ങൾക്ക് വീണ്ടും പഠിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് പൊടിത്തട്ടി ഓർത്തെടുത്താൽ മതി. ദാറ്റ് ഈസ് എന്താ പറയുന്നത്? ദ ഫസ്റ്റ് പോയിന്റ്, മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻവിസിബിൾ ആറ്റം. നമുക്ക് കാണാൻ പറ്റാത്ത എന്തൊക്കെയോ ഇൻവിസിബിൾ ആയിട്ട് കുറച്ച് ആറ്റംസ് എന്തിലുണ്ട്? നമ്മുടെ മാറ്ററിൽ പ്രസൻറ്റഡ് ആണ്. സോ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻവിസിബിൾ ആറ്റംസ്. And all atoms of a given element have identical properties including identical mass. അത് എല്ലാ ആറ്റം തന്നിരിക്കുന്ന എലമെന്റിലെ എല്ലാ ആറ്റംസും ഇപ്പോൾ കോപ്പർ തരാണ്. ഓക്കെ, നമ്മുടെ എലമെന്റ് കോപ്പർ ആണെങ്കിൽ കോപ്പറിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ ആറ്റംസും എന്തായിരിക്കും? ഐഡന്റിക്കൽ ആയിരിക്കും. ബിക്കോസ് അതെല്ലാം എന്താണ്? കോപ്പറിൻ്റെ ആറ്റംസ് ആണ് അല്ലേ? സോ ഓൾ ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ഹാവ് ആൻ ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ്.
അവരെല്ലാം ഒരേ പ്രോപ്പർട്ടി, കോപ്പറിൻ്റെ പ്രോപ്പർട്ടി തന്നെയായിരിക്കും കോപ്പറിനുള്ളിലിരിക്കുന്ന ഓരോ ആറ്റവും, ഓരോ സിംഗിൾ ആറ്റവും നമുക്ക് തരുന്നത്. ആൻഡ് ഇൻക്ലൂഡിങ് ഐഡന്റിക്കൽ മാസ് ആൻഡ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ മാസ്. കോപ്പറിൻ്റെ ആറ്റവും അതുപോലെ നൈട്രജൻ്റെ ആറ്റവും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് അവരുടെ മാസും അതുപോലെ തന്നെ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ മാസ്. പ്രോപ്പർട്ടീസും മാസും ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആണെങ്കിൽ അതെന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. ആൻഡ് കോമ്പൗണ്ട്സ് ആർ ഫോംഡ് വെൻ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കോമ്പൈൻ ഇൻ ഫിക്സഡ് റേഷ്യോ. അതായത് കോമ്പൗണ്ട് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്, രണ്ടോ അതിലധികമോ ആറ്റംസ് എങ്ങനെ ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസുകൾ, രണ്ടോ അതിലധികമോ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് നമുക്ക് കോമ്പൗണ്ട് കിട്ടുന്നത് ഇൻ എ ഫിക്സഡ് റേഷ്യോ. ഓക്കെ, ഇവിടെ എലമെൻറ്റ് ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, the compounds are formed when atoms of different element combine in a fixed ratio. And the last theory പറയുന്നത് എന്താണ്, the chemical reactions involve reorganization of atoms and these are neither created nor destroyed in a chemical reaction. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, അവിടെ ആറ്റംസിൻ്റെ ഒരു റിയോർഗനൈസേഷൻ ആണ് നടക്കുന്നത് അല്ലേ. ഇപ്പോൾ വാട്ടർ ഡിസൊല്യൂഷൻ നടക്കുവാണെങ്കിൽ H+ അല്ലെങ്കിൽ H+ അതുപോലെ തന്നെ H2O+ അങ്ങനെ വരും അല്ലെ, അയോൺസ് ആയിട്ട് വരും. അതെല്ലാം എന്താണ്, ഒരു റിയോർഗനൈസേഷൻ, ആറ്റംസിൻ്റെ ഒരു റിയോർഗനൈസേഷൻ ആണ് അവിടെ വരുന്നത്. സോ ആൻഡ് ഈ ഒരു ഇതിനകത്ത് നെയ്തർ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയ്ഡ്. അതായത് ഇത് നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റില്ല, ഉണ്ടായി വരുന്നത് നമുക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളയാനും പറ്റില്ല. ഇറ്റ് ജസ്റ്റ് എ പ്രോസസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നാലുമാണ് എന്ത്, ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ഇതും 2 മാർക്കിന് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ ഈ തിയറി നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ക്ലിയർ ആയോ? സോ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻവിസിബിൾ ആറ്റംസ്. ആൻഡ് സെക്കൻഡ് വൺ, ഓൾ ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡിംഗ് ഐഡന്റിക്കൽ മാസ് ആൻഡ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ്സ് ഡിഫർ ഇൻ മാസ്. And compounds are formed when atoms of different elements combine in a fixed ratio. And chemical reactions involve reorganization of atoms and these are neither created nor destroyed in a chemical reaction. Okay, അപ്പോൾ ഇത്രയാണ് ലോസ് ആൻഡ് തിയറി സെക്ഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നത്. ഒരു 5 ലോസ് ഉണ്ട്, പിന്നെ ഒരു തിയറിയും ഉണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. അപ്പോൾ തിയറീസും അതുപോലെ തന്നെ ലോസും നിങ്ങൾ പഠിച്ചിരിക്കണം. പ്ലസ് അത് തന്നിരിക്കുന്ന സയൻറ്റിസ്റ്റുമാരുടെ പേരും പഠിച്ചിരിക്കണം. ബിക്കോസ് മാത്സ് ഫോളോയിങ് ഈ ഒരു ഏരിയയിൽ പോസിബിൾ ആണ്. പ്ലസ് ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ലോ ബേസിസിലാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിനും ക്ലിയർ അല്ലേ?